BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ കുതിപ്പിന് ശേഷം വീണ്ടും സ്വർണ്ണവിലയിൽ ഇടിവ് വന്നിരിക്കുകയാണ്. ഇന്ന് സ്വർണ്ണവില പവന് 280 രൂപ കുറഞ്ഞ് 1,11,440 രൂപയിലെത്തി. അതേസമയം ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,930 രൂപയിലെത്തിയിട്ടുണ്ട്. തുടർച്ചയായ 4 ദിവസം കൊണ്ട് 6,000 രൂപയിലധികം ഉയർന്ന ശേഷമാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ ചെറിയ ഇടിവുണ്ടായിരിക്കുന്നത്. നിലവിൽ 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 11,445 രൂപയിലെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിലും ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്നത്. ഔൺസിന് $4,700 വരെ എത്തിയ രാജ്യാന്തര സ്വർണ്ണവില നിലവിൽ $4,325 നീങ്ങുകയാണ്. പശ്ചിമേഷ്യയിൽ US-ഇറാൻ സംഘർഷം സാധ്യതകൾക്കിടെ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും ഡോളർ കരുത്താർജിച്ചതുമാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. കൂടാതെ ജനുവരി 29-നാണ് സ്വർണം റെക്കോർഡ് വിലയിലെത്തിയത്. ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയും ഒരു ഘട്ടത്തിൽ ഗ്രാമിന് 12,845 രൂപയായും പവന് 1,02,760 രൂപയായും ഇടിഞ്ഞിരുന്നു. എന്നാൽ US-ഇറാൻ സംഘർഷത്തിൽ അയവ് വന്നതോടെ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയായിരുന്നു. അതേസമയം അമേരിക്കയുടെ കഴിഞ്ഞ മാസത്തെ പണപ്പെരുപ്പ് കണക്ക് ഓഗസ്റ്റ് 12-ന് പുറത്തു വരുന്നതായിരിക്കും. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടാനുള്ള ആലോചനയിലേക്ക് കടക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പലിശ കൂടുന്നത് ഡോളറിനെ ശക്തിപ്പെടുത്തും. ഇത് സ്വർണത്തിന് തിരിച്ചടിയാകുന്നതായിരിക്കും. പണപ്പെരുപ്പ് കണക്ക് സംബന്ധിച്ച ഈ ആകാംക്ഷകളുടെയും ആശങ്കകളുടെയും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്വർണം താഴേക്ക് നീങ്ങുന്നത് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ വെള്ളിവില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.